ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് അടിപൊളി ഒരു സ്നാക്സും ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല. ഫസ്റ്റ് തന്നെ ഒരു എഗ്ഗ് ഞാനിതാ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ടൈമിന് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി അടുത്തത് ഇടയിൽ എന്തൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ 10 രൂപൻ്റെ പാൽപ്പൊടി പാക്കറ്റ് ഉണ്ടല്ലോ, അതൊരു പാക്കറ്റ് എടുത്തിട്ട് അതും അതിലേക്ക് പൊട്ടിച്ചിട്ടെടുത്തു. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കട്ടെ, അടിപൊളി സ്നാക്സാണ്. ഇനി ഒരു സ്പാച്ചിലോ സ്പൂൺ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും പാൽപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിനൊന്നും ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്ലെയിം ഓൺ ആക്കുന്നത്. അപ്പോൾ പഞ്ചസാരൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. മധുരം കുറച്ചാണ് വേണ്ടവർക്ക് മധുരം കുറക്കാം, കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്, കുറച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് മെൽറ്റായി വരുന്നുണ്ട്, പഞ്ചസാരയൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് ആഡ് ചെയ്യുന്ന എന്തൊക്കെയാണ് നോക്കാം. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഇനി ഈ ഒരു കപ്പിന് 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ ഫ്ലെയിം കുറച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം, അടി പിടിക്കും പെട്ടെന്ന് എഗ്ഗ് ചേർത്തത് കൊണ്ട്. ഇനി നമുക്ക് വീണ്ടും സ്പാച്ചിലെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. റവയും മുട്ടയും പാൽപ്പൊടിയൊക്കെ കൂടി മിക്സ് ആവട്ടെ. ഇനി നമുക്ക് ഈ റവ എടുത്ത അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചെടുക്കണം, 1/2 കപ്പ് വെള്ളം. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കും. ഈവനിങ്ങിനും മക്കൾ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ് കേട്ടോ. ഇനി നമ്മളിത് വറ്റുന്നത് വരെ നമുക്കിന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ ഫ്ലെയിം കൂട്ടുകയേ ചെയ്യരുത്, എന്നിട്ട് വറ്റിച്ചെടുക്കാം. അതിന് മുന്നേ മധുരം ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മധുരമുള്ള എന്തുണ്ടാക്കും ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അതേമാതിരി തന്നെ ഉപ്പുള്ളത് എന്തുണ്ടായി ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി വറ്റിച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട്, കുറച്ച് ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1/4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒട്ടും വെള്ളം ഒഴിക്കാതെ നമുക്കിത് ചെറിയൊരു ചൂടോർക്ക് തന്നെ ഇതിങ്ങനെ പറ്റ ചൂടാറരുത് കേട്ടോ. നമുക്ക് നല്ലോണം ഇങ്ങനെ കുഴച്ചെടുക്കാം. ഞാൻ ചെയ്യുന്ന മാതിരി, ഈ വീഡിയോയിൽ ചെയ്യുന്ന മാതിരി ഇങ്ങനെ കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ചെടുക്കുക, വെള്ളം വേറെ ചേർക്കുകയോ ചെയ്യരുത്. ഇപ്പോൾ നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടോ. ഈ രീതിയിലായിട്ട് നമുക്ക് വേണ്ടത്. വയ്ക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റാണ്. ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അവിടെ മാറ്റി നിൽക്കട്ടെ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടോ. ഇനി ഞാനിതൊരു ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഷേപ്പുകളൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ ബോൾ ഷേപ്പ്, ചെറിയ ബോൾ ഷേപ്പിലാട്ടോ ചെയ്യുന്നത്. ഈ രീതിയിലാട്ടോ ഞാൻ ചെയ്യുന്നത്. ഷേപ്പൊക്കെ നിങ്ങൾ ഏത് ഷേപ്പിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കാം. എങ്ങനെ ഷേപ്പാക്കിയാലും ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാനിതാ ചെറിയ ബോൾ രൂപത്തിലാക്കി ഈ മാവെല്ലാം അങ്ങനെ ആക്കി വരാം കേട്ടോ. ഇപ്പോൾ എല്ലാ മാവും അങ്ങനെ ആക്കിട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്ന പണിയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ പാന് വീണ്ടും അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടോ. ഇനി അതിലേക്ക് ഓരോ ബോളും ഫ്ലെയിം കുറച്ചിട്ടേ ചെയ്യേണ്ടത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിരിച്ച് മറിച്ച് വേവിക്കുന്ന പണിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തം തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തു. 2 ട്രിപ്പ് ഇടാൻ മാത്രമല്ല, ഒറ്റ ട്രിപ്പിൽ തന്നെ മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തുട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ഇത് തിരിച്ചും മറിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റായിട്ട് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ 4-5 സെക്കൻഡ് കഴിഞ്ഞാൽ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തു. ഇനി ആ ഭാഗം കൂടി വന്നിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. ഇത്ര പണിയുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം ആയിട്ടുണ്ട്. ഈ രൂപത്തിലാട്ടോ, ഈ ബ്രൗൺ കളറാവുന്നത് വരെ
നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്ര പണിയുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ ക്രിസ്പിയാണ് കേട്ടോ. നല്ല കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, നല്ല ചൂട് പാർന്നുണ്ടല്ലേ. പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക, മക്കൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിലേക്ക് ബൈ.